എൻ്റെ ശരീരവുമായിട്ടുള്ള എൻ്റെ ആസക്തി കുറയ്ക്കാൻ എനിക്ക് മാത്രമേ പറ്റൂ. അതിനുള്ള സാഹചര്യങ്ങൾ ഭഗവാൻ ഒരുക്കി തരും. അതിനു വേണ്ടിയുള്ള ജ്ഞാനം ഭഗവാൻ ഭക്തരിലൂടെയും തരും. ആ ഒരു സാക്ഷാത്കാരം ഉണ്ടാക്കിയെടുക്കേണ്ടത് ഞാൻ. അതായത് ഓരോരോ സാഹചര്യങ്ങൾ വരുമ്പോൾ ശരീരത്തിനോടുള്ള ആസക്തി കുറയ്ക്കുകയും ആത്മീയ അവബോധത്തെ ഉണർത്താനുമുള്ള ഉത്തരവാദിത്വം നമുക്കാണ്. അത് നമ്മൾ കരസ്ഥമാക്കി എടുത്തു കഴിഞ്ഞാൽ വിജയിച്ചു. പിന്നെ ഒന്നും ഒരു വിഷയമല്ല. അതുകൊണ്ടാണ് ഈ യോഗി വര്യന്മാരൊക്കെ ഹിമാലയത്തിൽ പോയി ഇരുന്നിട്ട് അവർ ദ്വന്ദ്ങ്ങളിൽ നിന്നും അവരുടെ മനസ്സിനെ കീഴ്പ്പെടുത്തി ആത്മീയ ബലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ ആഹാരവും ഉറക്കവും ഒക്കെ, പിന്നെ അതുകൂടാതെ ചൂടും തണുപ്പും ഒക്കെ അതിക്രമിച്ച് അതിനെയൊക്കെ മറികടന്ന് അവരവിടെ നിൽക്കുമ്പോൾ തന്നെ കുറച്ച് സിദ്ധികൾ അവർക്ക് കിട്ടുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അവർ ആത്മീയ പാതയിലേക്ക് പോയപ്പോൾ അവർ വളരെ സിൻസിയർലി ശരീരബോധത്തിൽ നിന്നും പുറത്തു വരാൻ വേണ്ടി പരിശ്രമിച്ചത് കൊണ്ട് അവർക്ക് ഭഗവാൻ പ്രചോദനം നൽകുകയാണ്. ആ പാത കറക്റ്റാണ്, നിങ്ങൾ മുന്നോട്ട് പൊയ്ക്കോളൂ എന്ന് പറയാൻ വേണ്ടി അവർക്ക് സിദ്ധികൾ നൽകുന്നതാണ്. അന്നേരം ആ സിദ്ധികളിൽ വഴിതെറ്റി പോകുന്ന ആൾക്കാരാണ് പിന്നെ വലിയ വലിയ ദൈവമായിട്ടൊക്കെ നടക്കുന്ന ആൾക്കാർ. എന്തോ അവർക്ക് സിദ്ധി കിട്ടുമ്പോഴത്തേക്ക് ഉടനെ അവർ ദൈവമായെന്നാണ് അവരുടെ വിചാരം, അവരുടെ ശിഷ്യരുടെയും വിചാരം. അന്നേരം സിദ്ധികളല്ല നമ്മുടെ ലക്ഷ്യമെങ്കിലും നമ്മൾ ഒന്ന് ശരീരബോധത്തിൽ നിന്ന് വിട്ട് നിൽക്കുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ നമ്മുടെ ആത്മബലം കൂടും. ഈ ശരീരത്തിലുള്ള നമ്മുടെ കൺട്രോൾ കൂടും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.